കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വളരെയധികം ഉയർന്നു വരുന്നൊരു കാലഘട്ടത്തിലാണ് നാം ഇന്നുള്ളത്. ഈ അതിക്രമങ്ങളെ നേരിടുന്നതിനായി കൊണ്ടുവന്നിരുന്ന ആക്റ്റാണ് പോക്സോ ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. 2012 കേന്ദ്ര സർക്കാർ ഈ ആക്ട് നിലവിൽ കൊണ്ടുവരുന്നത്. ഈ ആക്ടിനെ കുറിച്ച് നമുക്ക് കൂടുതലായി ക്രൈംബ്രാഞ്ച് സിവിൽ പോലീസ് ഓഫീസറായ അജിത് കുമാർ സാറിനോട് നേരിട്ട് ചോദിച്ചറിയാം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ക്രൈംബ്രാഞ്ച് എക്കണോമിക് ഒഫൻസ് വിംഗ് കോട്ടയം ആൻഡ് ഇടുക്കി യൂണിറ്റിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ അജിത് കുമാർ സാറാണ്. നമസ്കാരം സർ. നമുക്ക് പോക്സോ ആക്ടിനെ കുറിച്ച് കൂടുതലായിട്ട് സാറിനോട് തന്നെ ചോദിച്ചറിയാം. സർ, എന്താണ് പോക്സോ ആക്ട്? പോക്സോ ആക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി 2012, കൃത്യമായി പറഞ്ഞാൽ 2012 മെയ് 22 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. കുട്ടികൾക്കെതിരെ നാൾതോറും ഏറി വരുന്ന ലൈംഗിക പീഡനങ്ങൾ തടയുന്നതിനും കുറ്റവാളികൾക്ക് കൃത്യമായി ശിക്ഷ ഉറപ്പാക്കുന്നതിനുമായി 1989 ഉണ്ടാക്കിയ കുട്ടികളുടെ അവകാശ ഉടമ്പടി, ഇന്ത്യയുടെ ഭരണഘടന എന്നിവ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ നിയമമാണ് പോക്സോ ആക്ട്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ ലിംഗഭേദമില്ലാതെ ബാലസൗഹൃദമായ നടപടികൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ആക്റ്റാണിത്. സർ, ഏത് പ്രായം വരെയുള്ള കുട്ടികൾക്കാണ് പോക്സോ നിയമപ്രകാരമുള്ള സംരക്ഷണമുള്ളത്? ഈ വകുപ്പിന്റെ 2D പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തിയെ കുട്ടിയായി കണക്കാക്കാം, ചൈൽഡ്. വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ആൺകുട്ടിയോ പെൺകുട്ടിയോ മൂന്നാം ലിംഗത്തിലുള്ള ട്രാൻസ്ജെൻഡറിൽപ്പെട്ട ആൾക്കാരോ ആവാം. അങ്ങനെയാണ്. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചാൽ അത് പോക്സോ ആക്ടിന്റെ കീഴിൽ വരുന്നു. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പോക്സോ അട്രാക്ട് ചെയ്യുള്ളൂ. അത്തരത്തിലുള്ള പ്രവൃത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോക്സോ കേസ് എടുക്കാവുന്നതാണ്. ശാരീരിക പീഡനം മാത്രമാണോ ഈ പോക്സോയുടെ അണ്ടറിൽ വരുന്നത്? അല്ല, പോക്സോയുടെ അണ്ടറിൽ വരുന്നത് 7 തരം ലൈംഗിക കുറ്റകൃത്യങ്ങളും 8 മറ്റ് കുറ്റകൃത്യങ്ങളും ഇതിലേക്കുള്ള ശ്രമവും അതുകൂടാതെ ഇതിലേക്കുള്ള പ്രേരണയും ഈ പറയുന്ന പോക്സോയിൽ വരുന്നതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ചുവയോടുകൂടിയുള്ള ആംഗ്യങ്ങളോ പ്രേരണകളോ മറ്റ് അതിലേക്കുള്ള ശ്രമങ്ങൾ പോലും പോക്സോയുടെ അണ്ടറിൽ വരും. പോക്സോ വലിയ വ്യാപ്തിയുള്ള ഒരു വകുപ്പാണ്. ഇത്തരത്തിലുള്ള ഒരാളുടെ ഒരു കുട്ടിയെ ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോക്സോയുടെ ആക്ടിൽ പെടുന്നതാണ്. തീർച്ചയായിട്ടും കുട്ടികളെ ഉപയോഗിച്ചിട്ടുള്ള പോണോഗ്രാഫി അത് തീർച്ചയായിട്ടും ഈ വകുപ്പിൻ്റെ ഉള്ളിൽ വരും. കൂടാതെ കുട്ടികളുടെ കാഴ്ചയിൽ പെടുന്ന രീതിയിൽ ചിത്രങ്ങളോ വീഡിയോകളോ മറ്റോ അവരെ കാണാൻ പ്രേരിപ്പിക്കുകയോ അവരെ കാണിക്കുകയോ ചെയ്യുന്നത്, അവരെ കാണുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതൊക്കെ ഈ പോക്സോയുടെ പരിധിയിൽ വരുന്നത് കുറ്റകൃത്യമുണ്ട്. കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് ഒരാൾക്കറിയാമെങ്കിലോ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരാൾക്കറിയാമെങ്കിലോ ആ അറിവ് കിട്ടുന്ന ഒരാൾ പ്രായപൂർത്തിയായ വ്യക്തിയാവട്ടെ ഒരു കുട്ടിയാവട്ടെ ആർക്കും ഇത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെയോ ലോക്കൽ പോലീസിനെ അറിയിക്കാവുന്നതാണ്. ഇങ്ങനെ അത് കൂടാതെ തന്നെ നമുക്ക് ചൈൽഡ് ലൈൻ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിങ്ങനെ വിവിധ യൂണിറ്റ് മുഖാന്തരവും ഇത്തരം പരാതികൾ കൊടുക്കാവുന്നതാണ്. കുറ്റകൃത്യം അറിയിക്കാനായിട്ട് പ്രായപൂർത്തിയായ ഒരാളുടെ അടുത്താണ് ഈ അറിവ് കിട്ടുന്നതെങ്കിൽ അയാളത് അറിയിക്കാതെ മറച്ചു വയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് സെക്ഷൻ 21(1) പ്രകാരം 6 മാസത്തെ തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ രണ്ടും കൂടി ലഭിക്കാവുന്നതാണ്.
അത്തരം അതുപോലെ ഗ്രാവിറ്റിയുള്ള കുറ്റകൃത്യമാണ് ഈ പറയുന്ന ഒരു കാര്യം അറിവുണ്ടായിട്ട് മറച്ചു വയ്ക്കുന്നത്. കേസ് ഫയൽ ചെയ്യുന്നതിന് സമയപരിധികളുണ്ടോ? ഇല്ല. 14/11/2012 ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അതിനുശേഷം നടന്ന കുറ്റകൃത്യം എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതിന് റിപ്പോർട്ട് ചെയ്യാനായി താമസിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല, കാലപരിധിയില്ല. 14/11/2012 മുമ്പുള്ള ഒരു സംഭവമാണെങ്കിൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് പോക്സോ വരില്ല. അപ്പോൾ 376 പോലുള്ള മറ്റ് IPC സെക്ഷനുകളായിരിക്കും അട്രാക്ട് ചെയ്യുക. 14/11/2012 ശേഷം നടന്ന ഒരു കുറ്റകൃത്യമാണെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. റിപ്പോർട്ട് ചെയ്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യും. പോക്സോ നിയമം കുട്ടികളുടെ സുരക്ഷിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നിയമചട്ടമാണ്. ഇത്രയും ജോലി തിരക്കിനിടയിൽ പോലും പോക്സോ നിയമത്തിന്റെ പ്രാധാന്യം നമ്മളിലേക്ക് എത്തിച്ച ശ്രീ അജിത് കുമാർ സാറിന് നന്ദി.